എല്ലാ കൗമുദി ടിവി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഈ ക്രിസ്മസിന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഭവമാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കാൻ പോകുന്നത്. നമുക്കറിയാം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആഘോഷമാണ്, ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെയും നോൺ വെജ് വിഭവങ്ങളാണ് പൊതുവെ ക്രിസ്മസിന് നമ്മൾ എല്ലാവരും കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലേ? നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പോയി കഴിക്കാൻ നോക്കും. അങ്ങനെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന, നമ്മൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ക്രിസ്മസിന് നിങ്ങളുടെ വീട്ടിലും നമ്മുടെ എല്ലാവരുടെ വീട്ടിലെയും തീൻമേശയിൽ ഇത് വിളമ്പാം. ആ ഒരു സ്പെഷ്യൽ വിഭവം നിങ്ങൾക്കായി പരിചയപ്പെടുത്താനായിട്ട് ഒരു സ്പെഷ്യൽ ആൾ തന്നെ വന്നിട്ടുണ്ട്. കുക്കിംഗ് എക്സ്പേർട്ടാണ്, സ്റ്റുഡൻ്റ് ആണെങ്കിൽ കൂടെയും ഒരു കുക്കിംഗ് എക്സ്പേർട്ട് ആയിട്ടുള്ള പൂജ സുനിൽ ആണ് ഇന്ന് നമ്മളോടൊപ്പം ഈ വിഭവം പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത്. ഹലോ. ഹലോ. ഹായ്. എന്താണ്? മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. ഫൈൻ, കൂൾ. സോ ഇന്ന് നമ്മൾ എന്താണ് നമ്മുടെ കൗമുദി പ്രേക്ഷകർക്കായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐറ്റം? ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലാം വിത്ത് ടൊമാറ്റോ. ലാം വിത്ത് ടൊമാറ്റോ. ഓക്കെ. അപ്പോൾ നമ്മുടെ ലാമ്പ് എന്ന് പറയുമ്പോൾ അറിയാം നമുക്കപ്പോൾ ഒരു മട്ടൻ്റെ ഐറ്റം തന്നെയാണ്, അല്ലേ? ഓക്കെ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടുത്താം. എന്തൊക്കെയാണ് വേണ്ടത്? ഇത് എത്രയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്? ഹാഫ് kg ലാമ്പാണ് എടുത്തേക്കുന്നത്. ഓക്കെ. പിന്നെ സവാള, അതും 2 സവാള എടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചേക്കുവാണ് 2 സവാള. ഓക്കെ. അര കിലോ ലാമ്പ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1 കിലോ ലാമ്പിന് 2 സവോളയാണ്. 2 ഇച്ചിരി വലിപ്പമുള്ള 2 സവോളയാണ്, അല്ലേ? അത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താണ്? എണ്ണ. എന്ത് എണ്ണയാണ്? സൺഫ്ലവർ ഓയിലാണ്. റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും. ഓക്കെ. റിഫൈൻഡ് ഓയിൽസ് ഏത് വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം. പിന്നെ ഇത് പാസ്ലി ലീഫ് ടേസ്റ്റ് മേക്കർ ആണ്. ഓക്കെ. ടേസ്റ്റ് മേക്കിങ്ങിനായിട്ട് പാസ്ലി ലീഫ് ഉണ്ട്. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അതെന്താ? ഇത് തക്കാളി ബോയിൽ ചെയ്ത് അത് തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ്, പീസാക്കി വെച്ചേക്കുന്ന തക്കാളി. നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഐറ്റത്തിന് ലാം വിത്ത് ടൊമാറ്റോയ്ക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ടൊമാറ്റോ ഇത് ചെയ്യാണ്ട്, അല്ലെങ്കിൽ പുഴുങ്ങാണ്ട് ഉപയോഗിക്കരുത്. പുഴുങ്ങിയിട്ട് അതിന്റെ തൊലി കളഞ്ഞിട്ടുള്ള. എത്ര ടൊമാറ്റോ എടുത്തിട്ടുണ്ട്? 3 ടൊമാറ്റോ. ഓക്കെ. ഹാഫ് കെ ജി മട്ടൺ അല്ലെങ്കിൽ ലാമ്പിന് 3 ടൊമാറ്റോ ആണ് പുഴുങ്ങി അതിന്റെ തൊലി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മല്ലിയില ഇരിപ്പുണ്ട്. സാലറി, അതും ടേസ്റ്റ് മേക്കർ ആണ്. ഇരിപ്പുണ്ട്. ബട്ടർ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് എത്രയാണ്? പീസായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ക്യാരറ്റ് എടുത്ത് നമ്മളിങ്ങനെ ഭംഗിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതെന്തോ പേസ്റ്റ് ഉണ്ടല്ലോ, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്. അതും നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അരച്ചു വെച്ചിട്ടുണ്ട്. അത് റെഡ് വൈൻ ഉൾപ്പെടെ ഉണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ടാണോ വൈൻ? ഓക്കെ, അടിപൊളി. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിന്റെ പേരാണ് ലാം വിത്ത് ടൊമാറ്റോ, അല്ലേ? ഒരു സ്പെഷ്യൽ ഐറ്റം. ഇത് എന്ത് കൈൻഡ് ഓഫ് ഡിഷ് ആണ് ഇത്? ക്രിസ്മസിന്റെ ഒരു സ്പെഷ്യൽ ഡിഷ്. ഇന്ത്യൻ ഡിഷ് ആണോ ഇത്? ഇറ്റാലിയൻ ആണ്, പക്ഷെ നമ്മൾ ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നു. ഓക്കെ. ബേസിക്കലി ഇതൊരു ഇറ്റാലിയൻ ഡിഷ് ആണ്, പക്ഷെ അതിനെ നമ്മൾ ഒരു ഇന്ത്യൻ സ്റ്റൈലിലേക്ക് കൊണ്ടുവരാണ്. ഓക്കെ. അപ്പോൾ ഈ ക്രിസ്മസിന്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ലാം വിത്ത് ടൊമാറ്റോ ഉണ്ടാക്കാൻ പോവുകയാണ് പൂജ സുനിൽ. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? എന്റെ സഹായം വേണമെങ്കിൽ പറയാട്ടോ. സ്റ്റൗ കത്തിച്ച്. ഓക്കെ. സ്റ്റൗ ഇത് കത്തിക്കണം, അല്ലേ? മാറ്റിത്തരാം. കത്തിച്ചോളൂ. ഓക്കെ. സ്റ്റൗ കത്തിച്ചു, ഇതിലേക്ക് വെച്ചു. ഓക്കെ. അപ്പോൾ എണ്ണ ആദ്യം അതിലേക്ക് നമ്മൾ ഒഴിക്കണം, അല്ലേ? അതാ എണ്ണ ഒഴിച്ചോളൂ. ഒരു 2-2.5 സ്പൂൺ എണ്ണ നമ്മൾ അതിലേക്ക് ഒഴിച്ചു. റിഫൈൻഡ് ഓയിൽ, ഏത് കൈൻഡ് ഓഫ് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം, അല്ലേ? ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ. ഓക്കെ. ഇനി ഇത് പാൻ ഒന്ന് ചൂടാണ്, അല്ലേ? ആരോഗ്യം കുറവാണെങ്കിൽ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് എല്ലായിടത്തും അങ്ങനെ വരുത്തി എന്നുള്ളതേ ഉള്ളൂ, കേട്ടാ. ഓക്കെ. റിഫൈൻഡ് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിപ്പോൾ ചൂടായി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ വേണ്ടത്? സവാള. അതായത് 2 സവാളയാണ് 1 കിലോ ലാമ്പിന് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് നമ്മൾ ഇതിലേക്ക് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇടണം, അല്ലേ? അപ്പോൾ 2 സവോള ആണ് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നത്. അത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് എന്താ പറയുക, ഒന്ന് വഴറ്റിയെടുക്കണം, അല്ലേ? വഴണ്ട് വരാനായിട്ട് എന്തെങ്കിലും പൊടിക്കൈ വല്ലതും ഉപയോഗിക്കണോ? വേണ്ടല്ലോ. ഉപ്പ് ഇട്ട് കൊടുക്കണം, അല്ലേ? കുറച്ചിട്ടാൽ മതിയല്ലോ, അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ചൊരു ഉപ്പ് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാള ഒന്ന് വഴണ്ട് വന്നാൽ മതി, അല്ലേ? ഓക്കെ. എങ്ങനെയാണ് ഈ കുക്കിങ്ങിലേക്ക് ഒരു
ടേസ്റ്റ് വന്നു. ബേസിക്കലി എന്താ ചെയ്യണേ ഇതല്ലാണ്ട്? ഒരു LLB സ്റ്റുഡന്റ് ആണ്, തേർഡ് ഇയർ LLB. ആഹാ, തേർഡ് ഇയർ LLB ആണ്. അപ്പം നിയമം എല്ലാം വളരെയധികം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അല്ലേ? സൂക്ഷ്യം കണ്ടും പെരുമാറേണ്ട ആളാണ് അല്ലേ? ഇനി എന്താ വേണ്ടേ? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അടിച്ച് മിശ്രിതമാക്കി വെച്ചിരിക്കുന്ന ഇതാണ്. ഒരു ടീസ്പൂൺ. ഓക്കെ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇറ്റാലിയൻ വിഭവമാണ് ലാംബ് വിത്ത് ടൊമാറ്റോ എന്നാണ് അതിൻ്റെ പേര്. ഇത് നമുക്കായിട്ട് ഉണ്ടാക്കുന്നത് പൂജ സുനിലാണ്. വളരെ കുക്കിംഗ് എക്സ്പേർട്ടാണ് അദ്ദേഹം. 3ാം വർഷ ബിരുദത്തിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എങ്ങനെയാണ് ഇത്? ആരാണ് നമ്മുടെ കുക്കിംഗ് ഗുരു? അമ്മയാണ്. അമ്മയാണ് അല്ലേ? എന്താ അമ്മയുടെ പേര്? അമ്മയുടെ പേര് ആശാ സുനിൽ. ആശാ സുനിൽ എന്നാണ് അല്ലേ? അതേ ഒരു കുക്കിംഗ് എക്സ്പേർട്ട് ആണോ? അതെ, അദ്ദേഹം പഠിപ്പിച്ചു തന്ന, അമ്മ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അങ്ങനെ പഠിക്കുന്നതാണ് അല്ലേ? ഇക്കാലത്തെ എല്ലാ പെൺകുട്ടികൾക്കും നല്ല കുക്കിംഗ് അറിയേണ്ടത് വളരെ അത്യാവശ്യ ഘടകമാണെന്ന് തിരിച്ചറിഞ്ഞ് അമ്മ നൈസായിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നതാണോ? അതോ ഇനി അഡ്വക്കേറ്റ് ഒക്കെ ഇഷ്ടമാണ് കുക്ക് ചെയ്യാനായിട്ട് അല്ലേ? ശരി, അപ്പോൾ ഇതിപ്പോൾ ഏകദേശം മിക്സ് ആയി കഴിഞ്ഞു. അതായത് നമ്മൾ ആദ്യം എണ്ണ ഇട്ടു, അതിനുശേഷം നമ്മൾ 2 സവോളയാണ് 1/2 കിലോ ലാമ്പിന് വേണ്ടത്. 2 സവോള അത് അരിഞ്ഞു വെച്ചത് ഇട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് മിശ്രിതമാക്കിയതിൻ്റെ 1 ടീസ്പൂൺ 1.25 ടീസ്പൂൺ വെച്ച് നമ്മൾ അതിലേക്ക് അതും ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നിൽക്കുന്ന ഒരു രൂപത്തിലാണ്. ഇനി എന്താണ് നെക്സ്റ്റ്? ഇനി തക്കാളി ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്, പുഴുങ്ങി വെച്ചിരിക്കുന്ന തക്കാളി 3 തക്കാളി പുഴുങ്ങി അതിന്റെ തൊലി കളഞ്ഞ് പീസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതാണ് പുഴുങ്ങിയ തക്കാളിയാണ് ഈ പറയുന്ന ലാംബ് വിത്ത് ടൊമാറ്റോയ്ക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഇത് പാകപ്പെടാനായിട്ട് സമയമുണ്ടോ? കുറച്ചൊരു 2 മിനിറ്റ്. 2 മിനിറ്റ് അതിങ്ങനെ മിക്സ് ആയി വരണം അല്ലേ? ഇതല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് പൂജയുടെ ഹോബീസ്? ഞാനൊരു പ്രൊഫഷണൽ ഡാൻസർ ആണ്. അടിപൊളി. എന്ത് ഡാൻസ് ആണ് പഠിച്ചേക്കണേ? ഭരതനാട്യം, പിന്നെ മോഹിനിയാട്ടം ചെയ്യുന്നുണ്ട്. ആണോ? അപ്പൊ നമുക്ക് ഈ ക്രിസ്മസിന് ഈ കുക്കിംഗ് കഴിഞ്ഞ ഉടനെ കുറച്ച് ഭരതനാട്യവും മോഹിനിയാട്ടവും ഒക്കെ നമുക്ക് കാണാം. എന്താ അല്ലേ? പ്രൊഫഷണൽ ഷോസ് ചെയ്യാറുണ്ട്? അതെ, ചെയ്യാറുണ്ട്. ഷോസ് സിനിമാറ്റിക് ഇല്ല? അതുകൊണ്ട്, പക്ഷെ പ്രൊഫഷണൽ ആയിട്ട് ഭരതനാട്യമാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അതും അമ്മ ഡാൻസർ ആണോ? അമ്മ ഡാൻസർ അല്ല, പക്ഷെ ഡാൻസ് ആസ്വദിക്കുന്ന ഒരാളാണ്. അല്ല, അമ്മ കുക്കിംഗ് എക്സ്പേർട്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഐ തോട്ട് ഓക്കെ ഇനി ഡാൻസിങ്ങും അമ്മയ്ക്ക് അറിയാമോ? അമ്മ തന്നെയാണോ ഇതിലേക്ക് പുഷ് ചെയ്ത് വിട്ടതാണോ? ഇഷ്ടം കൂടെ വന്നതാണോ? കുഞ്ഞിലെ കൊണ്ടേ ആക്കിയതാണ്, പിന്നെ അതിലേക്ക് നല്ല താല്പര്യം വന്നു. കോളേജ് ഷോസിലൊക്കെ കേറാറുണ്ട്? എല്ലാം ചെയ്യാറുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി. ഓക്കെ, 1 ടീസ്പൂൺ. ഓക്കെ, മുളക് പൊടി നമ്മൾ അതിലേക്ക് മിശ്രിതത്തിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അത് മഞ്ഞൾപ്പൊടി വേണം. ഓക്കെ, മഞ്ഞൾപ്പൊടി വീണ്ടും അതും നമ്മൾ ഹാഫ് ടീസ്പൂൺ മതി. മുളക് പൊടി 1 ടീസ്പൂൺ ആണ്, ഇത് ഹാഫ് ടീസ്പൂൺ ആണ്. ഓക്കെ, റൈറ്റ്. ഓക്കെ, കോളേജിലപ്പം മൊത്തത്തിൽ ഇങ്ങനെ സ്റ്റാറായി നടക്കുകയാണ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് അല്ലേ? ഫ്രണ്ട്സിന് കുക്കിംഗ് ഒക്കെ വീട്ടിൽ വിളിച്ച് ഉണ്ടാക്കി കൊടുക്കും, അതോ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുമോ? സത്യം പറയണം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അമ്മ നല്ല സ്പെഷ്യലായിട്ട് കിടിലായിട്ട് കുക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അമ്മ ഉണ്ടാക്കുന്ന ഏതെങ്കിലും കിടില ഐറ്റം ഉച്ചയ്ക്ക് ഭക്ഷണമായിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് കണ്ണാടി ഞാൻ ഉണ്ടാക്കിയ ഒരു പുതിയ സാധനം ഇങ്ങനെ പറഞ്ഞ് കള്ളം പറയുന്നത് അല്ല, വളരെ സത്യസന്ധമാണെന്ന് തോന്നുന്ന രീതിയിൽ കള്ളം പറയാനായിട്ട് പറ്റും ഈ പറയുന്ന ലോ സ്റ്റുഡൻസിന്. അങ്ങനെ ഒരു ക്വാളിറ്റി ലോ സ്റ്റുഡൻസിന്. അപ്പൊ അമ്മയുടെ അടുത്ത് ഞാൻ കഴിഞ്ഞിട്ട് ചോദിക്കാം. മിക്കവാറും അമ്മയുടെ വളരെ റെസിപ്പിയൊക്കെ അടിച്ച് മതി. എന്താ ഞാൻ മല്ലിയില അമ്മയുടെ റെസിപ്പിയൊക്കെ അടിച്ചു മാറ്റിയിട്ട് അവസാനം സ്വന്തം ക്രെഡിറ്റ് അടിച്ചു വന്നു എനിക്കൊരു ഡൗട്ട് ഉണ്ട്, അന്വേഷണം ഉണ്ട്. അത് കൈ കൊണ്ട് ഇട്ടാൽ മതിയല്ലോ. മല്ലിയില ഒരു 2-3 നുള്ള് നമ്മൾ അതിലേക്ക് ഇടുന്നു. അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയിലയാണ് ചേർത്തത്. സ്റ്റുഡൻസ് ഇപ്പം ഈ ഒരു ഏജിൽ വരുന്ന സ്റ്റുഡൻസ് ഒക്കെ വളരെ കുറവാണ് കുക്കിങ്ങിൽ. അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ വേറെയാണ്. അപ്പോൾ അത്തരത്തിൽ കൊള്ളുകൊണ്ട് അമ്മ കറക്റ്റായിട്ട് കുക്കിംഗ് എക്സ്പേർട്ട് ആയതുകൊണ്ട് കൊണ്ടുപോകാം. ഓക്കെ, ഇനി എന്താ വേണ്ടത്? സെലറി. ഓക്കെ, സെലറി ഇത്. ഓക്കെ,
ഓക്കെ, ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടേസ്റ്റ് മേക്കർ ആണ് സെലറി. ഓക്കെ. ഓക്കെ, ഇത് എത്ര നുള്ളായിട്ടത്? 2-3 നുള്ളിട്ടു. ഓക്കെ, അപ്പോൾ അതിലേക്ക് ചേർത്തത് സെലറിയാണ്. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള മലയാളം വേർഡ് എന്താണ്? മലയാളം പറഞ്ഞിട്ട് ഇന്ന് ഇവിടെ നിന്ന് പോയാൽ മതി. മലയാളത്തിൽ എനിക്ക് അറിയില്ല എന്താ സെലറിക്ക് പറയണേന്ന്. സെലറിയുടെ മലയാളം അറിയാവോ? അറിയില്ല. ഇല്ല. ഞാൻ പറഞ്ഞുതരാൻ പോകുന്നതിനകത്ത് കേട്ടോ. സെലറിയുടെ മലയാളം എന്താണെന്ന് ഈ എപ്പിസോഡ് തീരുന്ന സമയത്ത് ഞാൻ പഠിപ്പിച്ചു തരാം. സെലറി അതൊരു ടേസ്റ്റ് മേക്കർ ആണെന്ന് അറിയാം. ഓക്കെ, ഫൈൻ. ഇനി പാസ്ലി ലീഫ്. ഓക്കെ, ഇതിന്റെ മലയാളം എന്താണ്? ഇത് ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. 2 ഐറ്റത്തിന്റെ മലയാളം ഇന്ന് ഇദ്ദേഹത്തിനെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്തിനകത്ത് വേണമെങ്കിൽ ഓർത്ത് കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരും. ഓക്കെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. അത് തീരട്ടെ, കഴിയുമ്പോൾ അവർ ആലോചിക്കുകയാണ് എന്താണെന്നുള്ളത്. ഓക്കെ, മനസ്സിലായില്ലേ? കുക്കിംഗ് എക്സ്പേർട്സ് ആണ് ഇതെല്ലാം നമുക്ക് ആക്ച്വലി പറഞ്ഞു കൊടുക്കട്ടെ. നമ്മൾ വരുന്നു, ഇതുപോലെ നിൽക്കുന്നു, കഴിക്കുന്നു, നല്ലതാണ്, ഇഷ്ടപ്പെടുന്നു, പോകുന്നു, അതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലേക്ക് എന്തൊക്കെയാ രണ്ടാമത് ചേർത്ത്? എന്തൊക്കെയാണ്? സെലറി ചേർത്തു, അത് കൂടാണ്ട് പാസ് ലീഫ്. ഓക്കെ, ഈ പറയുന്ന 2 സാധനവും ടേസ്റ്റ് മേക്കേഴ്സ് ആണോ? ഓക്കെ, അതും നമ്മൾ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ഇതിനകത്ത്? ക്യാരറ്റ്. ക്യാരറ്റിന്റെ മലയാളം ചോദിക്കണ്ട. ക്യാരറ്റ് സ്പൂൺ. എത്ര ക്യാരറ്റാ? 2 ക്യാരറ്റാണ്. 2 ക്യാരറ്റ് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നതാണ്. വളരെ നീളത്തിന് ഒരു സ്റ്റൈൽ, ഒരു കാണാനായിട്ടൊരു ഭംഗിക്കാണോ ഇങ്ങനെ നീളത്തിന് അരിയുന്നത്, അതോ അതിന്റെ ടേസ്റ്റ് മേക്കിങ്ങിൽ ഇതിന് എന്തെങ്കിലും ഭംഗിക്കാണ് നീളത്തിന് അരിഞ്ഞിരിക്കുന്നത്? 2 ക്യാരറ്റ് വളരെയധികം ഭംഗിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. 1/2 കിലോ ലാമ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ 2 ക്യാരറ്റാണ് നമ്മൾ ഇതിൽ മിക്സ് ചെയ്യുന്നത്. ഓക്കെ, അതും ചേർത്തതാ ഇളക്കുകയാണ്. പാകമായോ? എണ്ണയൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, എണ്ണ തെളിഞ്ഞു വന്നു. അപ്പോൾ അതൊന്ന് കറക്റ്റായി അല്ലേ? ഇനി നെക്സ്റ്റ് എന്താ? മട്ടൺ ലാമ്പാണ് ഇനി അടുപ്പത്തിലേക്ക് ഇടുന്നത്. 1/2 കിലോ ലാമ്പാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇനി ഇതിലേക്ക് ഇടേണ്ടത്. ഇന്നത്തെ ഈ ഉണ്ടാക്കുന്ന ഐറ്റത്തിൻ്റെ പേര് ലാമ്പ് വിത്ത് ടൊമാറ്റോ എന്നാണ്. അതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ലാമ്പാണ് ഇപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ടത് അല്ലേ? ഇനി അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബട്ടർ അല്ലേ? ബട്ടർ, വെണ്ണ. നമ്മൾ ഇവിടെ വെണ്ണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെണ്ണയാണ് നമ്മളിനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ബട്ടറിന്റെ മലയാളം വെണ്ണ. 2 ടീസ്പൂൺ വെണ്ണ ഇട്ടിട്ടുണ്ട്. വെണ്ണ, അതാണ് കണ്ടോ, വെണ്ണ ഇട്ടിട്ടുണ്ട്. എല്ലാം മലയാളം പറയാൻ പറ്റില്ല, എങ്കിലും പറയാൻ പറ്റുന്നത് നമുക്ക് മലയാളം പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ലാമ്പ് വിത്ത് ടൊമാറ്റോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഇറ്റാലിയൻ ഐറ്റമാണ്. അതിൽ ഏറ്റവും ഇപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് മിക്സ് ചെയ്ത് ചേർത്തിരിക്കുന്നത് ലാമ്പാണ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ലാമ്പ് അതിലേക്ക് മിക്സ് ചെയ്തു. അതിന് മുന്നേ തന്നെ നമ്മൾ ടൊമാറ്റോ, സാലറി, പിന്നെ ഈ പറയുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഈ മല്ലിയില, പിന്നെ ഈ പറയുന്ന സവോള, ക്യാരറ്റ് ഒക്കെ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിപ്പോൾ ലാമ്പ് ചേർത്ത് ഇനി എന്താ വേണ്ടത്? കുറച്ചും കൂടെ ഉപ്പ് ആവശ്യത്തിന്. ഉപ്പ് പാകത്തിന് എന്നാണ് നമ്മൾ നോർമലി പറയാറല്ലേ? ഇത് ആദ്യമായിട്ട് ആരാ ഉണ്ടാക്കി തന്നെ? അമ്മ ഉണ്ടാക്കി തന്നു. അമ്മയാണോ ഇത് പഠിപ്പിച്ചത്? ആണല്ലേ? എന്നിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ? ട്രൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണ. എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തു അല്ലേ? എന്നെ പരീക്ഷണ വസ്തു ആക്കുകയല്ലോ അല്ലേ? ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണാവോ ഇതിലടുത്ത് നെക്സ്റ്റ് ചേർക്കാനുള്ള? റെഡ് വൈൻ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു സാധനമാണ് അല്ലേ? ഇതാ റെഡ് വൈൻ. ഇത് എത്ര അളവാ? 1/2 കിലോ ഈ പറയുന്ന ലാമ്പാണെങ്കിൽ എത്ര ചേർക്കേണ്ടത്? 100 ml ചേർക്കണം അല്ലേ? നല്ലൊരു മണമൊക്കെ ഒന്ന് തുടങ്ങി അല്ലേ?
അതെ. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു 30 തൊട്ട് 40 മിനിറ്റ് വരെ വേവിച്ചെടുക്കും. 30 to 40 minutes അല്ലേ? 30 to 40 minutes. ഓക്കെ, അപ്പോൾ പാകമായിട്ടെന്ന് തോന്നണം അല്ലേ? ഒരു 6 വിസിൽ കേൾക്കുമ്പോൾ അത് പാകമായി. അപ്പോൾ ഇനി അടുത്ത് ഫ്ലെയിംസ് ഓഫ് ചെയ്യണം അല്ലേ? ഓഫ് ചെയ്തൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാം. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ 2 മിനിറ്റ് അതിന് മുന്നേ പെട്ടെന്ന് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ നല്ല തിളച്ചിരിക്കുകയാണ്. ചിലപ്പോൾ തെറിച്ചാലോ അല്ലേ? എക്സ്പേർട്സ് ആണ്. അതുകൊണ്ട് അങ്ങോട്ട് മാറി, ഞാൻ കുറച്ച് ഗ്യാപ്പിൽ നിൽക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ തണുത്തതിന് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്യാം അല്ലേ? ആ സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും, ഈ തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പ്രേക്ഷകരെ തണുപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു രണ്ടൊരു പാട്ടായാലോ? ഒരു കവിത മണ്ണേ. അപ്പം സ്കൂളിലൊക്കെ എനിക്ക് അറിയാന്നുള്ള കവിതയാണെങ്കിൽ ഞാൻ സപ്പോർട്ട് എല്ലാ നഷ്ടപ്രണയങ്ങളുടെയും ഒരു എന്താ പറയുക, കാട്ടാക്കട മുരുകൻ സാറിൻ്റെ കവിതയാണ് അല്ലേ രേണുക. എല്ലാ പ്രണയിതാക്കളും എല്ലായ്പ്പോഴും മനസ്സിൽ കാത്തു വെക്കുന്ന കുറച്ച് നല്ല വരികളാണ് അതിലുള്ളത് അല്ലേ? രേണുക എന്നല്ലേ? തുടങ്ങിക്കോളൂ. ഞാൻ കേക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാടിക്കോളൂ. ഞാൻ സപ്പോർട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്. ഓക്കെ, റെഡി. രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീല കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. എന്തായാലും അടിപൊളിയായിട്ട് പാടി. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് ഇവിടെ നിന്നപ്പോൾ വിസിലടിയുടെ ശബ്ദമായിരുന്നു അല്ലേ? എത്ര വിസിലായത്? 6 വിസിൽ. 6 വിസിൽ. ഇങ്ങനെ 6 വിസിൽ ഇപ്പം കേട്ടു. ചെറിയ ഫ്ലെയിം അല്ലേ? തീ കുറച്ച് വെച്ചിട്ട് 6 വിസിൽ ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് കറക്റ്റ് പാകപ്പെട്ടത്. 1/2 കിലോ ലാമ്പ് വിത്ത് ടൊമാറ്റോയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഐറ്റം. തുറന്നാലോ? അതെ, അതാ തുറക്കുകയാണ്. നല്ല ഈ മട്ടൻ്റെ ഒരു എന്താ പറയുക, ഒരു നമ്മുടെ ഒരു ഫുഡി ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, വായിൽ വെള്ളം മുറിക്കുന്ന ഒരു മണം അതിനകത്തുനിന്ന് വന്നിട്ടുണ്ട് അല്ലേ? അത് അപ്പം വളരെ നമ്മുടെ വായിൽ കപ്പലൊട്ടിക്കുക എന്നൊക്കെ പറയില്ലേ നാടൻ ഭാഷയിൽ, അത്തരത്തിലുള്ളൊരു മണമാണ് മൂക്കിലോട്ട് അടിച്ചിങ്ങനെ കയറിയത്. കഴിക്കാനായിട്ട് ഇങ്ങനെ ഇനി എന്തെങ്കിലും ഉണ്ടോ? ബട്ടർ ഇടണം. ഓ, ആക്രാന്തം വേണ്ട, അല്ലേ? വെണ്ണ നമ്മുടെ അല്ലേ? ഇതാ വെണ്ണ ഇട്ടോളൂ. അപ്പോൾ ഇതിന് എരിവ് കുറച്ച് അല്ലെങ്കിൽ മുളക് കുറച്ച് ചേർത്തതായിട്ട് ഞാൻ കണ്ടു. അതിൻ്റെ ഒരു റീസൺ ഇത് ഇറ്റാലിയൻ ഡിഷ് ആയതുകൊണ്ടാണ്. എങ്കിലും നമുക്ക് എനിക്കായിട്ട് കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ അല്ലേ? അപ്പം ബട്ടർ ഇട്ട് അതും മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാറായി അല്ലേ? ഇതാ ഇതിലേക്ക് പകർന്നു തരൂ പ്ലീസ്. ഇതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, ലാമ്പ് വിത്ത് ടൊമാറ്റോ. ആ ഒരു മട്ടൻ്റെ മണം അങ്ങോട്ട് മൂക്കിലേക്ക് കയറി. എൻ്റെ സാറേ, രണ്ട് മറ്റേ ഇതിൻ്റെ കൂടെ എന്താണ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുക? പുട്ടൊക്കെ ആണെങ്കിൽ ആ പുട്ടിൻ്റെ കഴുത്തിന് പിടിച്ച് അങ്ങോട്ട് ഞെരിച്ച് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ടിട്ടേ അങ്ങോട്ട് എടുത്ത് കഴിക്കാൻ പോവാം. ലെറ്റ്സ് സീ. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ എല്ലാ കൗമുദി TV പ്രേക്ഷകർക്കും വീട്ടിൽ പരീക്ഷിക്കാവുന്ന നിങ്ങളുടെ തീം മേശയിൽ വിളമ്പാവുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഇന്ന് കുക്കിംഗ് എക്സ്പേർട്ടും ഒരു ബിരുദ വിദ്യാർത്ഥിനിയായ പൂജ സുനിൽ. അദ്ദേഹം ഒരു ഡാൻസറാണ്. ഇപ്പോൾ നമുക്കൊരു പാട്ടും ഈ ക്രിസ്മസിന് വളരെ സ്പെഷ്യലായിട്ട് കൗമുദി TV പ്രേക്ഷകർക്കായിട്ട് പങ്കുവച്ചു. Merry Christmas. Thank you so much.